യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയാകണമേ. യേശുവേ അങ്ങ് മാത്രമാണ് സത്യദൈവം. അങ്ങ് മാത്രമാണ് യഥാർത്ഥ രക്ഷകൻ. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുവേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആമേൻ. ഒത്തിരിയേറെ സ്നേഹത്തോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിയമാവർത്തന പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 6-ഉം 7-ഉം വചനങ്ങൾ. നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്. ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്. ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഭൂമുഖത്ത് അനേകം ജനവിഭാഗങ്ങളുണ്ട്. പക്ഷെ അവരിൽ നിന്ന് നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തതാണ്. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റ് ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായതുകൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെക്കാൾ ചെറുതായിരുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായതുകൊണ്ടല്ല, നിങ്ങൾ ചെറിയ ഒരു ജനവിഭാഗമാണ്. എങ്കിലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് നമ്മളെല്ലാവരും. വിശുദ്ധ ജനതയാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ദൈവമായ യേശുവിനെ മാത്രമേ ആരാധിക്കുവാനായിട്ട് പാടുള്ളൂ. കഴിഞ്ഞ മാസം ധ്യാനം നടക്കുമ്പോൾ, താമസമുള്ള ധ്യാനമാണ്, ആ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു ബിസിനസ്സുകാരൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പോൾ സാമ്പത്തികമായിട്ടെല്ലാം തകർന്നു, കഷ്ടതയാണ്, തകർച്ചയാണ്, എല്ലാ മേഖലകളിലും തീർന്നു, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. ആ വ്യക്തി എന്നോട് വന്ന് പങ്കുവെച്ച ഒരനുഭവം ഇതാണ്.
ബിസിനസ്സിന് തകർച്ച ഉണ്ടായപ്പോൾ മറ്റു ചിലരുടെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് മന്ത്രവാദികളെടുക്കെ പോയി ആഭിചാരകർമ്മങ്ങൾ ചെയ്തു, ഏലസുകൾ കിട്ടി, ശുദ്ധകർമ്മങ്ങൾ ചെയ്തു. അങ്ങനെ പല കാര്യങ്ങൾക്ക് പോയി. പലപ്പോഴും ഞായറാഴ്ചകളിൽ വിസ്തുർബാനയിൽ പങ്കെടുത്തില്ല, സാബത്ത് ആചരണമൊക്കെ വിട്ടുകളഞ്ഞു. ശരിക്കും ഈ അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട് ഒന്നാം പ്രമാണത്തിനെതിരായിട്ടുള്ള പാപ വഴികളിലൂടെ ഈ മനുഷ്യൻ കടന്നുപോയി. അങ്ങനെ ജീവിച്ച ആ വ്യക്തി എന്നോട് പറയുകയാണ്, എല്ലാം തകർന്നു, ബിസിനസ് തകർന്നു, ഭാരിച്ച കടബാധ്യത, കുടുംബത്തിൽ സമാധാനമില്ല, മൊത്തം പ്രതിസന്ധികളാണ്. എങ്ങോട്ട് നോക്കിയാലും എല്ലാം നാശത്തിൻ്റെ വഴികൾ മാത്രമേ ഉള്ളൂ. ദൈവമായ കർത്താവിനെ മറന്നുകൊണ്ട് അന്യ ദൈവങ്ങളെ ആരാധിക്കുവാൻ, അന്യ ദൈവങ്ങളിലൂടെ നേട്ടമുണ്ടാക്കുവാൻ, ബിസിനസ്സിൽ ഉയർച്ച പ്രാപിക്കാൻ മന്ത്രവാദത്തിനും കൂടോത്രത്തിനുമൊക്കെ പോയ ആ വ്യക്തി പൂർണ്ണമായിട്ടും തകർന്നു കഴിഞ്ഞു. ഇത് ഒറ്റപ്പെട്ട അനുഭവമല്ല. ധ്യാനാവസരത്തിൽ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പങ്കുവെച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കാണ്, ഒരിക്കൽ ഒരു വ്യക്തി, ഒരു ഫാമിലി വന്ന് പങ്കുവെച്ച അനുഭവം. അവരുടെ ലക്ഷക്കണക്കിന് രൂപ മന്ത്രവാദികൾ കൂടോത്രക്കാർ കൊണ്ടുപോയി. അതായത് അവരുടെ ഭവനത്തിൽ നിധിയുണ്ട്, പറമ്പിൽ നിധിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിപ്പിച്ച് കബളിപ്പിച്ച് ലക്ഷങ്ങൾ പോയ വ്യക്തികൾ ധ്യാനാവസരത്തിൽ വന്ന് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്രൈസ്തവ വിശ്വാസികൾ, യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും മന്ത്രവാദികളുടെ പിന്നാലെ പോകാൻ പാടില്ല. ഇത് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാണ്. അന്യ ദൈവങ്ങളെ ആരാധിക്കുവാൻ പാടില്ല, ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാണ്. ശാപങ്ങളും തകർച്ചകളും നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടോ ചിന്തിക്കണം. ഉണ്ടെങ്കിൽ തകർച്ച ഉറപ്പാ. കാരണം ഒന്നാം പ്രമാണം ലംഘിക്കുമ്പോൾ പിശാചിന് നമ്മുടെ മേൽ അധികാരമായി, നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൽ, അല്ലെ നമ്മുടെ ഭവനത്തിൽ, ബിസിനസ്സിൽ, എല്ലാ മേഖലകളിലും പിശാചിന് ആധിപത്യത്തിനുള്ള അവസരമാവുകയാണ് ഒന്നാം പ്രമാണം നമ്മൾ ലംഘിക്കുന്നതിലൂടെ. ആണ് ദൈവസന്നിധിയിൽ ഏറ്റവും ഗൗരവമേറിയ പാപ ഒന്നാമത്തെ കൽപ്പനയുടെ ലംഘനം. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ, സ്നേഹിക്കാവൂ. ഈ കൽപ്പന ആര് ലംഘിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ വലിയ തകർച്ചകൾ കടന്നു വന്നിരിക്കും. നിയമാവർത്തന പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. 11-ാമത്തെ അധ്യായം 26, 27, 28 വചനങ്ങൾ. ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു. നിന്റെ മുൻപിൽ ഞാൻ അനുഗ്രഹം വെച്ചിരിക്കുന്നു, ശാപം വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം. ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം. ദൈവ കൽപ്പന അനുസരിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാനിന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരുടെ പുറകെ പോയാൽ ശാപം. അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയാൽ ശാപം എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അന്യ ദൈവ ആരാധന, അന്യ ദൈവങ്ങൾക്ക് നേർച്ച കാഴ്ചകൾ കൊടുക്കുക, പിശാചിനെ ആരാധിക്കുക, സാത്താൻ വർഷിപ്പ്, ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയാൽ നിന്റെ കുടുംബം അസ്തമിച്ചു പോകും, നിന്റെ കുടുംബം തീർന്നു പോകും. നിന്റെ മക്കള്, തലമുറകള് ശാപത്തിന്റെ ബന്ധനത്തിലാവും. ഒന്നാം പ്രമാണം അതൊരിക്കലും ലംഘിക്കപ്പെടാൻ പാടുള്ള പ്രമാണമല്ല.
നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ സർവശക്തിയോടുകൂടി നീ സ്നേഹിക്കണം, ആരാധിക്കണം. ഞാൻ ഓർക്കുകയാണ്, ഏതാനും വർഷം മുൻപ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു കുടുംബം, മാതാപിതാക്കളും 2 പെൺമക്കളും. അവരുടെ കുടുംബത്തിൽ ചില തകർച്ചകൾ വന്നപ്പോൾ ഒരു മന്ത്രവാദിയെ കണ്ടുവരും. പലതവണ മന്ത്രവാദി വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നീട് മന്ത്രവാദി വീട്ടിൽ വന്ന് പല കർമ്മങ്ങളൊക്കെ പലതവണ ചെയ്തു. അങ്ങനെ ആ ബന്ധം വളർന്നു. അവസാനം സംഭവിച്ചത് ആ 2 പെൺമക്കളെയും ഈ മന്ത്രവാദി ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തു. വർഷങ്ങൾക്ക് നടന്നൊരു സംഭവം. അങ്ങനെ അപമാന ഭാരത്താല് അവര് ധ്യാനത്തിനായിട്ട് കടന്നു വന്നു. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ കുടുംബങ്ങളിൽ മന്ത്രവാദമോ കൂടോത്രമോ ക്ഷുദ്രകർമ്മങ്ങളോ ഒന്നും നടക്കാനായിട്ട് പാടില്ല. അങ്ങനെ ഉള്ളവരുടെ അടുക്കൽ പോകുവാൻ പാടില്ല. അങ്ങനെ ഉള്ളവർക്ക് നമ്മുടെ വീട്ടിൽ ഒരിക്കലും പ്രവേശനം കൊടുക്കാനായിട്ട് പാടില്ല. ധനസമ്പാദനം അല്ലെ ധനമുണ്ടാകും, സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും, നേട്ടമുണ്ടാകും, വിവാഹ തടസ്സം മാറും. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ കബളിപ്പിക്കുന്ന മന്ത്രവാദികളുടെയും ശുദ്ധന്മാരുടെയും കൂടോത്രക്കാരുടെയും അടുക്കൽ പോകാനായിട്ട് പാടില്ല. എസെക്കിയേൽ 13:20 മനുഷ്യരെ പക്ഷികളെ എന്ന പോലെ കുടുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ്. മന്ത്രച്ചരടുകള്, ഏലസുകള്, തകിടുകള്, ഇത് കെട്ടുന്നവര്, കുഴിച്ചിടുന്നവര്, ഇതൊന്നും നമുക്കുള്ള പരിപാടി അല്ലിത്. ഇത് പിശാചിന്റെ പരിപാടിയാണ്. ദുർമന്ത്രവാദവും പൂജകളും കർമ്മമൊക്കെ ചെയ്ത് ഇതൊക്കെ നമ്മൾ കൊണ്ടുപോവുക, സൂക്ഷിക്കുക, അണിയുക. അതിലൂടെ പിശാച് പൂർണ്ണമായിട്ടും നമ്മുടെ ആത്മാവിൻ്റെ മേലും ശരീരത്തിൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലും നമുക്കുള്ള എല്ലാറ്റിൻ്റെ മേലും സാത്താൻ ആധിപത്യമെടുക്കും. അതിലൂടെ സാത്താൻ നിന്നെ തകർത്ത് കളയും. അവൻ നുണയനാണ്, നുണയുടെ പിതാവാണ്. അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയും. 1-ാം പ്രമാണ ലംഘനത്തിൻ്റെ വലിയ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. നിന്റെ ദൈവമായ കർത്താവിനെ വിട്ട് ഇങ്ങനെയുള്ള പണിക്ക് പോയാൽ നിന്റെ കുടുംബത്തിന് മേൽ ശാപം വരും. പിശാച് മൊത്തം തീർത്തു തരും നിങ്ങളെ. അങ്ങനെ പോയിട്ടുള്ളവർ ദൈവസന്നിധിയിൽ അനുതപിക്കുക. എത്രയും വേഗം നല്ല ഒരു വൈദികന്റെ അടുക്കൽ ചെന്ന് ഈ പാപങ്ങളെല്ലാം ഏറ്റ് തുറന്നു പറഞ്ഞ് കുമ്പസാരിച്ച് ഒരു വിടുതൽ പ്രാർത്ഥന മേടിക്കുക. വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഏകദിന കൺവെൻഷന് വന്ന ഒരു സഹോദരൻ എന്നിടയ്ക്ക് പങ്കുവെച്ച അനുഭവം. അദ്ദേഹത്തിന് തടി ബിസിനസ്സാണ്, കോൾത്തടിയുടെ ബിസിനസ്. അപ്പോൾ ബിസിനസ് എല്ലാം തകർന്നു, മൊത്തം കടബാധ്യത, ഒരു മാർഗങ്ങളുമില്ലാത്ത അവസ്ഥയിലായി. മുൻപോട്ട് പോകാനായിട്ടൊരു വഴിയില്ല. അദ്ദേഹം എന്നോട് അന്ന് പങ്കുവെച്ചതാണ്, അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസം 9ഓളം തകിടുകൾ കിട്ടി. മന്ത്രവാദമൊക്കെ ചെയ്യുന്നവർ എഴുതിയ വ്യത്യസ്തമായ ലിപികളിലെ മറ്റു ഭാഷ എഴുതിയ തകിടുകൾ, അങ്ങനെ 9ഓളം തകിടുകൾ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയെന്ന് വ്യക്തി പറഞ്ഞു. ആ തകിട് കെട്ടുക, ഏലസ് കെട്ടുക, കുഴിച്ചിടുക, മന്ത്രവാദം, ഇതിലൂടെയൊക്കെ പിശാചിന്റെ ഒരു പ്രവർത്തനമുണ്ട്. പിശാച് ഒരു യാഥാർത്ഥ്യമാണ്. അവൻ കള്ളനാണ്, നുണയനാണ്, നുണയുടെ പിതാവാണ്. കള്ളൻ വരുന്നത് കൊല്ലുവാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനാണ്. കൊല്ലുവാനാണ് വരുന്നത്. ആത്മാവിനെ കൊല്ലും, നിന്റെ ജീവിതത്തിൽ എല്ലാ മേഖലയും തകർച്ച ഉണ്ടാക്കും. നശിപ്പിക്കുവാനാണ് വരുന്നത് പിശാച്. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ സമ്പത്ത്, നിന്റെ കുടുംബം, നിന്റെ മക്കൾ, നിന്റെ ജോലി വേലകൾ, നിന്റെ ബിസിനസ്സുകൾ, നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും
പിശാച് പിടിമുറുക്കി നിന്നെ തകർക്കും. ഒന്നാം പ്രമാണം ലംഘിച്ച് അന്യദൈവങ്ങളുടെ പിന്നാലെ പോയാൽ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സാത്താൻ്റെ ആധിപത്യം കടന്നു വരും. അവൻ അധികാരം ഏറ്റെടുക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും പോകരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിയമാവർത്തനം 18-ാം അധ്യായത്തിൻ്റെ 9 തിരുവചനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് വരുമ്പോൾ അവിടുത്തെ ദുരാചാരങ്ങൾ, വിജാതിയരുടെ ദുരാചാരങ്ങൾ നീ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, നരബലിയെക്കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ പത്രങ്ങളിലൊക്കെ വായിച്ചു ഒക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും നരബലികൾ നടത്തപ്പെട്ടു, കുഞ്ഞുങ്ങളെ കൊന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ കേൾക്കാറുണ്ട്. നരബലി നടത്തുന്നവർ, പ്രാശ്നികൻ, അതായത് പ്രശ്നങ്ങൾ, അതെന്തൊക്കെയോ പൈശാചിക പരിപാടിയാണ്. അങ്ങനെ പ്രശ്നം വെച്ച് കാര്യങ്ങൾ പറയുക, ഭാവി പറയുക, ഇന്നലെ പറയുക, അങ്ങനെ ചില പരിപാടികളുണ്ട്. ഒരിക്കലും പ്രശ്നം വെപ്പുകാരനെടുക്കൽ പോകാനോ ഭാവി അറിയാനോ പാടില്ല. ലക്ഷണം പറയുക, മുഖത്തിൻ്റെ ലക്ഷണം, കൈയുടെ ലക്ഷണം, ശരീരത്തിൻ്റെ ലക്ഷണം, അങ്ങനെ ലക്ഷണം പറച്ചില്. നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള ദുരാചാരങ്ങളുടെ പിന്നാലെ പോകരുത്. ആഭിചാരക്കാരൻ മന്ത്രവാദി, മന്ത്രവാദം ചെയ്യുന്നവര് ദുർമന്ത്രവാദികൾ. നല്ല മന്ത്രവാദവും ദുർമന്ത്രവാദം, അങ്ങനെ മന്ത്രവാദില്ല. മന്ത്രവാദം എല്ലാം പിശാചിന്റെ പരിപാടിയാണ്. മന്ത്രവാദികളെ പിന്നാലെ, കൂടോത്രക്കാരൻ്റെ പിന്നാലെ, ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ പിന്നാലെ ഒരിക്കലും നമ്മൾ പോകരുത്. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് പിശാചുമായിട്ട് ഒരു ബന്ധങ്ങളും പാടില്ല. പിശാചിൻ്റെ പ്രവൃത്തിക്ക് നമ്മൾ വഴിപ്പെടാനായിട്ട് പാടില്ല. നമുക്ക് ദൈവം നൽകിയ വിശ്വാസം, ആചാര അനുഷ്ഠാനങ്ങളെ വിട്ട് മറ്റൊന്നിലേക്ക് പോകാതിരിക്കാൻ ജാഗ്രതയും ശ്രദ്ധയും ഉള്ളവരായിരിക്കുക. വെളിച്ചപ്പാട്, ശുദ്രക്കാരൻ, മൃതസന്ദേശവിദ്യക്കാരൻ. വെളിച്ചപ്പാടുതൽ പറയുക, ശുദ്രം ചെയ്യുക. മൃതസന്ദേശവിദ്യക്കാരൻ, മരിച്ചുപോയിട്ടുള്ള ആത്മാക്കളെ വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ പറയിപ്പിക്കുക. ഇതൊക്കെ പിശാചിൻ്റെ പരിപാടികൾ തന്നെയാണ്. മരിച്ചുപോയവരാരും തിരിച്ചു വരത്തില്ല. അവൾ പിശാചിൻ്റെ കെണികളാണിതെല്ലാം. പിശാച് മനുഷ്യനെ വീഴ്ത്തുവാൻ വ്യത്യസ്തമായ കെണികൾ, മന്ത്രവാദവും ദുർമന്ത്രവാദവും ആഭിചാരകർമ്മങ്ങളും കെണികളും തകിടും വേരസും ഒത്തിരിയേറെ തിന്മയുടെ പരിപാടികൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പലരുടെയും ജീവിതം തകർക്കുവാൻ, ഉയർച്ച തടയുവാൻ, നന്മ തടയുവാൻ, ജീവിതത്തെ തകർക്കുവാൻ മന്ത്രവാദം ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും ഉണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുവാനായിട്ട് പാടില്ല. അത് ഒന്നാം പ്രമാണത്തിൻ്റെ കടുത്ത ലംഘനമാണ്. ഒന്നാം പ്രമാണത്തിൻ്റെ കടുത്ത ലംഘനമാണ് ഇന്ന് വലിയ തകർച്ചകൾ നമ്മിലേക്ക് വന്നിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ മേലെ വലിയ തകർച്ച കടന്നു വന്നതിൻ്റെ പിന്നിൽ ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമുണ്ട്. ഒരിക്കലും കർത്താവിനെ നിന്ദിക്കുന്ന ഇങ്ങനെ പരിപാടികൾക്ക് പോകരുത്. ഇത്തരക്കാർ കർത്താവിന് നിന്ദ്യരാണ്. അവരുടെ ഈ മ്ലേച്ഛ പ്രവൃത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത്. നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ കുറ്റമറ്റവരായിരിക്കണം. ഇക്കാര്യത്തിൽ നിങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ കുറ്റമറ്റവരായിരിക്കണം. ഇക്കാര്യത്തിൽ കർത്താവ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല. അന്യദൈവ ആരാധന, ദുർമന്ത്രവാദം, കൂടോത്രം, സാമ്പത്തിക നേട്ടമുണ്ടാകുവാൻ, ഉയർച്ച ഉണ്ടാകുവാൻ, മക്കളുണ്ടാകുവാൻ, വിവാഹം നടക്കുവാൻ, വിദേശത്ത് പോകാനൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ഏതെങ്കിലും ക്രിസ്ത്യാനി പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കുടുംബത്തെ പിശാച് തകർത്ത് തരിപ്പണമാക്കും. അവൻ്റെ കുടുംബത്തിൽ ശാപം വീഴും. പോകാൻ പാടില്ല. നിയമാവർത്തന പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൻ്റെ
25, 26 വചനങ്ങൾ. അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കണം. ഞങ്ങൾക്ക് ഒരു കെണിയാകാതിരിക്കാൻ അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് അത് നിന്ദ്യമാണ്. നിന്ദ്യമായ വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ വെച്ചേക്കാൻ പാടില്ല. നിന്ദ്യമായ വസ്തുക്കൾ നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല. നിന്റെ കൈവശം തകിടോ ഏലസോ ചരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെടുത്ത് ദൂരെ കളഞ്ഞേക്കുക. ശരീരത്തിൽ ഇവയൊന്നും അണിയാൻ പാടില്ല. വിഗ്രഹങ്ങളെ പോലെ നിങ്ങളും ശാപഗ്രസ്തരാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തു വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അതിനെ നിശേഷം വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം. എന്തെന്നാൽ അത് ശാപഗ്രസ്തമാണ്. നിന്ദ്യമായ ഒരു വസ്തുക്കളും നമ്മുടെ ഭവനത്തിൽ സൂക്ഷിക്കാൻ പാടില്ല. നമ്മുടെ കൈവശം വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പാടില്ല. മന്ത്രവാദം ചെയ്ത വസ്തുക്കൾ അങ്ങനെയുള്ളതൊന്നും നമ്മുടെ കൈവശം ഉണ്ടാകാനായിട്ട് പാടില്ല. ഇത് നമ്മൾ വളരെ വളരെ ശ്രദ്ധയുള്ളവരായിട്ടുള്ള കാര്യത്തിൽ വചനം എന്താ പറയുന്നത്? നിങ്ങൾ ഇക്കാര്യത്തിൽ കുറ്റമറ്റവരായിരിക്കണം. ഇക്കാര്യത്തിൽ ഒരു കുറ്റവും ചെയ്യാനായിട്ട് പാടില്ല. ജ്യോത്സ്യന്മാരെ കാണുക, ജാതകം എഴുതിക്കുക, നക്ഷത്രഫലം നോക്കുക, ഇതൊന്നും ക്രിസ്ത്യാനികൾ ചെയ്യാൻ പാടുള്ള കാര്യമല്ല. ഹല്ലേലൂയ. സാത്താനുമായിട്ട് ബന്ധപ്പെട്ട ദുരാചാരങ്ങളും അതിൻ്റെ തിന്മയിലേക്ക് ഒരിക്കലും നമ്മൾ പോകരുത്. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. യേശു രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തതാണ്. നമ്മൾ വിശുദ്ധ ജനതയാണ്. ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ പിശാചിനെ ആരാധിക്കാൻ, പിശാചിൻ്റെ കർമ്മങ്ങൾക്ക് പോകുക, അത് ദൈവസന്നിധിയിൽ ഗൗരവമേറിയ കുറ്റം തന്നെയാണ്. അങ്ങനെ പോയിട്ടുള്ള വ്യക്തികളൊക്കെ ഇപ്പോൾ അതിൻ്റെ ദുരന്തങ്ങളും അതിൻ്റെ തകർച്ചകളും അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരിക്കൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞൊരു അനുഭവമാണ്. സ്ഥലം വിൽപ്പനയ്ക്കോ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിലുള്ള ഉയർച്ച കിട്ടാൻ വേണ്ടിയൊക്കെ പോയി ഏതോ മന്ത്രവാദികളെയൊക്കെ കണ്ടു. ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു. ഒരു പ്രയോജനമുണ്ടായില്ല. നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ പോയാൻ തുടങ്ങിയതിന് ശേഷം വീണ്ടും വൻ തകർച്ചകളുണ്ടായി. ഞാൻ ഓർക്കാണ്, വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനത്തിലൊക്കെ പങ്കെടുത്തൊരു വ്യക്തി വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം പിന്നീട് ആത്മഹത്യ ചെയ്തു. അതിൻ്റെ കാരണം തെറ്റായ സ്ത്രീബന്ധങ്ങൾ, മന്ത്രവാദം, അഭിചാരം, അങ്ങനെയുള്ളതായ ബന്ധങ്ങൾ അവസാന വ്യക്തിയുടെ ആത്മഹത്യയിൽ കലാശിക്കുക. നമ്മൾ വളരെ ജാഗ്രത കാണിക്കണം, വിവേകം കാണിക്കണം. അന്യദൈവങ്ങളുടെ പിന്നാലെ പോയാൽ ഉയർച്ച ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആരെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഒരിക്കലും അതിന് വഴിപ്പെടുവാൻ പാടില്ല. നിയമാവർത്തന പുസ്തകം 11:16-17 വഞ്ചിക്കപ്പെട്ട് വഴിതെറ്റി അന്യദേവന്മാരെ സേവിക്കുകയും അടുമുമ്പിൽ പ്രണമിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അല്ലെങ്കിൽ കർത്താവിൻ്റെ കോപം നിങ്ങൾക്കെതിരായി ജ്വലിക്കും. മഴയുണ്ടാകാതിരിക്കാൻ അവിടുന്ന് ആകാശം അടച്ചു കളയും, ഭൂമി വിളവ് നൽകില്ല. അങ്ങനെ കർത്താവ് നൽകുന്ന വിശുദ്ധ ദേശത്തു നിന്ന് നിങ്ങൾ വളരെ വേഗം അറ്റുപോകും. കർത്താവ് നൽകുന്ന ദേശത്തു നിന്ന് വളരെ വേഗം അറ്റുപോകും. വഞ്ചിക്കപ്പെട്ട് വഴിതെറ്റി അന്യദൈവന്മാരുടെ പിന്നാലെ പോയാൽ അറ്റുപോകും എന്ന് പറഞ്ഞാൽ തീർന്നു പോകും. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അധപ്പതനവും തകർച്ചയും പരാജയവും നഷ്ടങ്ങളും ഉറപ്പാ. പിശാച് വരുന്നത് നശിപ്പിക്കാനാണ്. അനുതപിക്കുക. ഈ വഴിയിൽ പോയവർ ദൈവസന്നിധിയിലേക്ക് കടന്നു നിന്ന് പശ്ചാത്തപിക്കുക. വളരെ വേഗം ഈ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക. കർത്താവ് നിന്നോടും നിന്റെ കുടുംബത്തോടും മക്കളോടും തലമുറയോടും കരുണ കാണിക്കട്ടെ. തലമുറകളെ നാശത്തിലേക്ക് വിടുന്ന ഗൗരവമേറിയ പാപ
ഒന്നാം പ്രമാണത്തിൽ ലംഘനം. കർത്താവ് നമ്മളോട് കരുണ കാണിക്കട്ടെ. അനുദപിക്കാം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ ഈ വഴിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് വേണ്ടിയും നമുക്ക് മാപ്പ് ചോദിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേൽക്കുക. കരുണയ്ക്ക് വേണ്ടി സ്തുതിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവായ യേശുവേ, ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവ്വപിതാക്കന്മാരും അറിവില്ലാതെ മന്ത്രവാദത്തിനോ കൂടോത്രത്തിനോ ആഭിചാരകർമ്മങ്ങൾക്കോ പോയിട്ടുണ്ടെങ്കിൽ അവയ്ക്കെല്ലാം മാപ്പ് ചോദിക്കുന്നു. ദുർമന്ത്രവാദം ചെയ്യുക, ദുരാചാരങ്ങളിൽ അടിമപ്പെടുക, അങ്ങനെ ജീവിച്ച വ്യക്തിയുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളെ നശിപ്പിക്കുവാൻ ഏതെങ്കിലും വ്യക്തികൾ മന്ത്രവാദമോ ആഭിചാരമോ കൂടോത്രമോ ക്ഷുദ്രകർമ്മങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ കടന്നു വന്നിരിക്കുന്ന ദുഷ്ട പൈശാചിക ശക്തികളെ സഭയോട് ചേർന്ന്, എൻ്റെ ആത്മീയ പിതാക്കന്മാരോട് ചേർന്ന് അപ്പസ്തോലിക അധികാരത്തിൽ ദുഷ്ട പിശാചിനെ കുരിശിൻ്റെ ചുവട്ടിൽ ബന്ധിക്കുന്നു. ദൈവത്തിൻ്റെ ജനം സ്വതന്ത്രമാവട്ടെ. ഒന്നാം പ്രമാണ ലംഘനത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ശാപത്തിൻ്റെ ചങ്ങലകളും പൊട്ടട്ടെ. ജെറമ്യാ 40:4 നിന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ ഞാൻ അഴിച്ചു മാറ്റും. എല്ലാ ചങ്ങലകളും പൊട്ടട്ടെ. ദൈവജനത്തിന് മേൽ പിശാചിട്ട ചങ്ങലകൾ പൊട്ടട്ടെ. ശാപത്തിൻ്റെ മുഖങ്ങൾ തകരട്ടെ. ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ ഫലമായി കടന്നു വന്നിരിക്കുന്ന തകർച്ചകൾ, ശാപങ്ങൾ, പരാജയങ്ങൾ, നഷ്ടങ്ങൾ, കഷ്ടതകൾ കർത്താവെ ഏറ്റെടുക്കണമേ. കരുണ കാണിക്കണമേ യേശുവേ. ദൈവജനത്തോട് കരുണ കാണിക്കണമേ കർത്താവെ. ശിക്ഷിക്കരുതേ. അങ്ങനെ തിരുരക്തമൊഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ അശുദ്ധാത്മാക്കളും ദുഷ്ടാരൂപികളും പൈശാചിക ശക്തികളും നിർവീര്യമാവട്ടെ. യേശുവിൻ്റെ തിരുരക്തമൊഴുകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. യേശുവേ, ഒന്നാം പ്രമാണത്തിനെതിരായി ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും സഭാമക്കളും ചെയ്ത പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കുന്നു. കരുണയാകണമേ. തള്ളിക്കളയരുതേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജോർജിന് എന്ത് പറ്റിയായിരുന്നു? നടുവിൻ്റെ ഡിസ്ക് തെന്നി ഞരമ്പ് തെങ്ങുമായിരുന്നു. ഇവിടെ വന്ന് കിടന്ന് ധ്യാനം കൂടുമായിരുന്നു. ഇന്നലെ വേദന കൂടിയപ്പം ബ്രദറിൻ്റെ അടുത്ത് വന്ന് നടുവിന് വേദനയാണെന്ന് പറഞ്ഞ് വൈകിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ഇപ്പം പ്രാർത്ഥിക്കണ കുറച്ച് നേരം കിടക്കും, അത് കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കും. അപ്പോൾ ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ നടുവിന് മൊത്തം വേദന അങ്ങോട്ട് ഇറങ്ങി അങ്ങ് മാറി. എത്ര മാസമായിരുന്നു? 3 മാസത്തോളമായി. 3 മാസമായിട്ട് മകനൊന്നും വയ്യാത്ത അവസ്ഥയിൽ കിടപ്പിലായിരുന്നു. അവിടെ കിടന്നു ധ്യാനിക്കായിരുന്നു. ഇപ്പോഴത്തെ സൗഖ്യപ്രാർത്ഥന സമയത്ത് ഇവിടെ നിന്ന് വേദന ഇറങ്ങി അങ്ങ് പോയി. മൊത്തത്തിൽ അങ്ങ് ഇറങ്ങി പോകുന്ന പോലെ ഉണ്ടോ? മൊത്തത്തിൽ വേദന ഇറങ്ങി അങ്ങ് പോയി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. കുഞ്ഞെ ഹല്ലേലൂയ. തിരിച്ച് നടുവൊക്കെ തിരിച്ച് ഒന്ന് ഇരുന്നെണീറ്റേ. വേദനയില്ല. ഇന്നലെ വൈകിട്ട് പ്രാർത്ഥിക്കാൻ നേരത്ത് പ്രാർത്ഥനയ്ക്ക് വന്നു. അന്നേരം ഇവന് കുനിയാൻ വയ്യ, അതല്ലേ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ അവസ്ഥയിലായിരുന്നു. ഇന്നലെ തന്നെ കർത്താവ് തൊട്ടിരുന്നു. ഇപ്പോൾ ആ സൗഖ്യം പൂർണ്ണമായിരിക്കുകയാണ്. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ